ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 3. മൂന്നാമത്തെ ദശകത്തിൻ്റെ പേര് ഭക്തിപ്രാർത്ഥന എന്നാണ്. എനിക്ക് ഭക്തി തരണേ ഭഗവാനെ എന്നാണ്. രണ്ടാമത്തെ അധ്യായം കഴിയുമ്പോഴും അത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. വിശേഷപ്പെട്ട ഭക്തി, ഹൃദയത്തിൽ ആനന്ദപ്രവാഹമുണ്ടാക്കുന്ന പരമപ്രേമമാകുന്ന ഭക്തി തന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. 100 ദിവസം ഗുരുവായൂർ അമ്പലത്തിലെ ഭജനമിരുന്ന് ഭഗവാന് ഈ ഓരോ ദശകം ഓരോ ദിവസം ആയിട്ട് ശ്ലോകങ്ങൾ എഴുതി സമർപ്പിക്കാനാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ അമ്പലത്തിലെത്തിയത്. പക്ഷേ 3-ാമത്തെ ദിവസമായപ്പോഴേക്കും അദ്ദേഹത്തിന് വാതരോഗത്തിൻ്റെ വയ്യായികകളൊക്കെ കൂടിക്കൂടി വന്നു. അത് ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയണത്, എന്തൊരു ഭാഗ്യം ഉള്ള ആൾക്കാരാണ് ഞാനിവിടെ കാണുന്നത്. അവരിതാ സദാ നാമം ജപിച്ച് ഭഗവാനെ ധ്യാനിച്ച് പരസ്പരം ഭഗവാന്റെ കഥകൾ പറഞ്ഞ് പ്രദക്ഷിണം വെച്ച് ആനന്ദം അവരുടെ മുഖത്ത് ഇങ്ങനെ ധാരാളം കാണാനുണ്ട്. അവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാന്മാർ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും അങ്ങനെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തനിക്ക് അതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു സൂചന കൂടി ഈ ശ്ലോകത്തിലുണ്ട്. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിത സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്ത ത്വയി ഖലു രമന്തേ പരമമുൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. വലിയ ആഗ്രഹങ്ങളൊന്നും അദ്ദേഹം പറയണില്ല. എനിക്കിവിടെ വാതരോഗം വന്ന് ക്ലേശിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ എത്രയോ ആളുകൾ ഇതാ അമ്പലത്തിൽ സന്തോഷമായിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി ഭഗവാന്റെ രൂപം ധ്യാനിച്ച് ആനന്ദത്തോടെ കൂടിയിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം, അനുഗ്രഹം എന്നാണ്. പഠന്തോ നാമാനി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങളെ ജപിക്കുന്നു. ജപിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നാവുമ്പിൽ നാരായണ നാരായണ എന്ന് ചൊല്ലി മനസ്സിൽ വേറെ വിചാരമായിട്ട് അങ്ങനെയല്ല. അതുകൊണ്ട് കാര്യമില്ല. അവിടുത്തെ നാമങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുന്നത് പോലെ മനസ്സിലാക്കിയിട്ട് അവർ ജപിക്കുന്നു. വരദ എന്നാണ് ആദ്യം തന്നെ പറയണത്. വരങ്ങൾ നൽകുന്നവനെ, എല്ലാവർക്കും അഭീഷ്ടങ്ങൾ നൽകുന്നവനെ. ഭഗവാന്റെ ഭക്തനായാൽ പിന്നെ വേണ്ടാത്ത അഭീഷ്ടങ്ങളൊന്നും ചോദിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് എല്ലാ വരങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനെ വരദ, അവിടുത്തെ നാമങ്ങളെ പഠിച്ചുകൊണ്ടും അങ്ങനെ ആനന്ദ സമുദ്രത്തിൽ മുങ്ങിക്കൊണ്ടും പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ, ആനന്ദസാഗരത്തിൽ ഭക്തിയിലെ നിപതിത മുങ്ങിക്കൊണ്ടും സ്മരന്തോ രൂപം തേ, മുൻപ് തൊട്ടേ പറഞ്ഞല്ലോ കേശാദിപാദ വർണ്ണന, അങ്ങനെയുള്ള ആ രൂപം എപ്പോഴും ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ടും തേ വരദ കഥയന്തോ ഗുണകഥ, അവിടത്തെ ഗുണങ്ങളടങ്ങിയിട്ടുള്ള കഥകൾ പരസ്പരം പറഞ്ഞും അതിലിങ്ങനെ സന്തോഷിച്ചും ചരന്തോ യേ ഭക്ത, അവിടെ പ്രദക്ഷിണം വയ്ക്കുന്ന ധാരാളം ഭക്തന്മാരുണ്ട്. ത്വയി ഖലു രമന്തേ, അവർ അങ്ങയിൽ രമിക്കുക തന്നെയാണ്. തീർച്ചയായിട്ടും അവർ ഭഗവാനിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നതുപോലെയുള്ളവരാണ്. അഹം ധന്യാൻ മന്യേ, അവരെ ആണ് ധന്യന്മാരായിട്ട് ഞാൻ മന്യേ എന്ന് പറഞ്ഞാൽ കരുതുന്നത്. അങ്ങനെ നടക്കുന്ന ആ ആൾക്കാരുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണ്. അവർ തന്നെയാണ് ഏറ്റവും ഭാഗ്യവാന്മാർ എന്ന് മന്യേ അഹം, ഞാൻ കരുതുന്നു. സമധിഗത സർവാഭിലഷിതാൻ, അവർക്ക് അവരാഗ്രഹിച്ചത് മുഴുവനും സാധിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചതുകൊണ്ട്, സമധിഗതമായതുകൊണ്ടാണ് അവർക്ക് ഇത്രയും സന്തോഷം. അതുകൊണ്ട് അവർ തന്നെയാണ് ഉത്തമ ഭക്തന്മാർ
എനിക്കതുപോലെ ആവാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് എൻ്റെ അസുഖം മൂലം അവരുടെ പോലെ ഇങ്ങനെ നടക്കാനും നാമം ചൊല്ലിക്കൊണ്ട് ധ്യാനം ചെയ്തുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഗുണകഥകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അമ്പലത്തിൽ ചുറ്റി നടക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ എന്നൊരു സൂചനയും കൂടിയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഉത്തമ ഭക്തൻ്റെ ഒന്നാമത്തെ ലക്ഷണം അതാണ്, വളരെ ശ്രദ്ധയോടുകൂടി നാമം ചൊല്ലുന്നുണ്ടാവും. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പൂർവ്വ ജന്മങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സകല പാപവും പ്രാരബ്ധവും നശിച്ചു പോകുന്നതാണ് ഈ നാമസങ്കീർത്തനം. അപ്പോൾ പൂന്താനം പറഞ്ഞുല്ലോ, ശ്രദ്ധിച്ചിട്ടൊന്നും വേണമെന്നില്ല, മറ്റൊന്നായി ചിന്തിച്ചിട്ടോ വേറെ ആരെങ്കിലും കളിയാക്കണ പോലെയോ ഒക്കെ ആയാലും മതി എന്ന് പറഞ്ഞാൽ, അത് അങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇപ്പോൾ pre-KG ക്ലാസ് എന്ന് പറയില്ലേ, അതുപോലെ നാമത്തിലേക്കൊരു ആകർഷണം ഉണ്ടാകും. നാമത്തിന് ശക്തിയുണ്ട് നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ യഥാർത്ഥത്തിലുള്ള ശ്രദ്ധയോടുകൂടിയുള്ള നാമത്തിലേക്ക് നമ്മൾ ഉയരും. അത്രയേറെ ശക്തമാണ് നാമം. രാമായണത്തിൽ നമ്മൾ കണ്ടില്ലേ, രാമ രാമ എന്നുള്ള പേര് എഴുതിയിട്ടുള്ള കല്ലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്ന്. പക്ഷേ ശ്രീരാമന് അങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റില്ല. അതാ നാമത്തിൻ്റെ ശക്തിയാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഭട്ടതിരിപ്പാട് ഇവിടെ ആരെയാണ് ഭാഗ്യമുള്ളവരായിട്ട് കാണുന്നത്? ധാരാളം സമ്പത്തുണ്ട്, കുലമഹിമയുണ്ട്, സൗന്ദര്യമുണ്ട്, സ്വർഗത്തിൽ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാഗ്യക്കുറി കിട്ടുന്നുണ്ട്, യാതൊരു രോഗമോ ക്ലേശമോ ഒന്നുമില്ലാതെ സദാ ജീവിതം ഒരു ആഘോഷമാക്കിയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആരെയുമല്ല, ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ഭക്തന്മാരെ മാത്രമാണ് ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞത്. ഒന്നുകൂടി ശ്ലോകം ചൊല്ലാം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിത സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്ത സ്ത്വയി ഖലു രമന്തേ. അത്രയാണ് ഭക്തന്മാരുടെ ലക്ഷണം പറഞ്ഞത്. നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കും ഭക്തിപൂർവം. അങ്ങനെ ആനന്ദസമുദ്രത്തിൽ പ്രമദഭരസിന്ധൗ നിബദിത വീഴുന്നത് പോലെ അത്ര ആനന്ദത്തോടു കൂടിയവരാണ്. സ്മരന്തോ രൂപം, സദാ അവരുടെ ഹൃദയത്തിൽ ഭഗവത് രൂപം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. കഥയന്തോ ഗുണകഥ, ഭഗവാന്റെ കഥകൾ അവർ സന്തോഷപൂർവ്വം പറയുക കേൾക്കുകയൊക്കെ ചെയ്യുന്നു. ചരന്തോയെ, അമ്പലത്തിൽ അവർ നടക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് ഭക്തന്മാരായിട്ട് അങ്ങയിൽ സദാ രമിച്ചു കൊണ്ടിരിക്കുന്നത്. പരം അമൂൻ അഹം ധന്യാൻ മന്യേ. അമൂൻ ഇവരെയാണ് പരമഭക്തന്മാരായിട്ട് ഞാൻ കരുതുന്നത്. അവരുടെ സർവ്വ അഭിലാഷങ്ങളും ഭഗവാനെ അങ്ങ് സാധിപ്പിച്ചു കൊടുക്കുന്നില്ലേ? അപ്പോൾ എനിക്കുമുണ്ട് ഒരു ആഗ്രഹം എന്നാണ് അടുത്ത ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇതിലാണ് ആദ്യമായിട്ട് തൻ്റെ അസുഖത്തിനെക്കുറിച്ച് അദ്ദേഹം മേൽപ്പത്തൂർ പറയണത്. ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ വ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംഭോജസ്മരണരസികോ നാമ നിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഭട്ടതിരിപ്പാട് പറയാണ്, എൻ്റെ ആഗ്രഹം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ സേവ ചെയ്ത് നാമം ചൊല്ലി ശാശ്വതമായിട്ട് ഭക്തി ഹൃദയത്തിൽ നിറച്ച് അങ്ങനെ കഥകൾ പറഞ്ഞിട്ടൊക്കെ നടക്കാൻ തന്നെയാണ്. പക്ഷേ എൻ്റെ ഈ കഷ്ടമായിട്ടുള്ള രോഗം അതിന് സമ്മതിക്കുന്നില്ല. മനസ്സ് പോലും ആ വേദനയുടെ കാരണം ഭഗവാനിൽ ഉറച്ചു നിൽക്കുന്നില്ല. ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണം. എന്തിനാ ഇവിടെ ഇരുന്നിട്ട് എന്തായാലും രോഗം മാറുന്നില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് പോവുകയാണ്. ഏതു വിജന സ്ഥലത്തായാലും അങ്ങയുടെ സ്മരണയിൽ രസിക്കാനും നാമങ്ങൾ പാടാനും അതിനെങ്കിലും എന്നെ അനുഗ്രഹിക്കണേ എന്ന് നമ്മളെയൊക്കെ പോലെ പരാതി പരിഭവമൊക്കെ പ്രകടിപ്പിക്കുകയാണ്. ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെടുകയാണ് ഭഗവാനെ ഞാൻ. കാരണം എന്താ? ഗതം, അസുഖം.
വാതരോഗത്താൽ അതിൻ്റെ വേദന കൊണ്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെടുകയാണ്. തവ ചരണസേവാരസഭരേഭി അനാസക്തം ചിത്തം. അവിടത്തെ ചരണം പാദം ആകുന്ന ആ അമൃതരസത്തെ സേവിക്കാൻ ഉള്ള ഒരു തോന്നൽ പോലും എൻ്റെ മനസ്സിൽ വരുന്നില്ല. അത്രയധികം എനിക്ക് വേദനയാണ്. തവ ചരണസേവാരസഭരേ അഭി. അവിടുത്തെ ചരണസേവയാകുന്ന ആ രസം അനുഭവിക്കാൻ പോലും അനാസക്തം ചിത്തം, എൻ്റെ മനസ്സിലെ ആകർഷണം വരുന്നില്ല. ഭവതി ബദ. അങ്ങനെയൊക്കെ ആയി. അത് കഷ്ടം തന്നെയാണ് ഭഗവാനെ. വിഷ്ണു കുരുദയാം. എന്നോട് ദയ കാട്ടണേ ഭഗവാനെ. ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ. അവിടത്തെ ഈ പാദാംഭോജ സ്മരണയും അതിൽ രസിക്കുകയും നാമങ്ങളുടെ കൂട്ടം, നാമത്തെ ജപിക്കുകയും ചെയ്തുകൊണ്ട് അഹം ഗായം ഞാൻ എവിടെയെങ്കിലും കുഹചന വിവത്സ്യാമി വിജനെ. ഏതെങ്കിലും വിജന സ്ഥലത്ത് ഞാൻ പോയി ഇരുന്ന് അവിടുത്തെ നാമങ്ങൾ തന്നെ ചൊല്ലിക്കോളാം. അതിനെങ്കിലും എന്നെ അനുഗ്രഹിക്കണേ എന്നാണ്. ഇനി ഞാൻ ആവലാതിയൊന്നും പറയണില്ല. വേദനിച്ചപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കറിയാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും ഇവിടെ നിന്ന് ഞാൻ പോയാലും ഭജനൊന്നും നിർത്തില്ല. ഞാനിവിടെ ഇരുന്നിട്ട് എൻ്റെ കഴിവ് പോലെ എന്തു വേദന വന്നാലും എവിടെ വിജന സ്ഥലത്ത്, ഏകാന്തമായ സ്ഥലത്ത് ഞാൻ പോയിരുന്നാലും ഞാൻ അവിടുത്തെ കീർത്തനങ്ങൾ തന്നെ ചൊല്ലും. അതിന് എന്നെ അനുഗ്രഹിക്കണേ എന്നാണ്. നമ്മുടെ ശരീരക്ലേശങ്ങളും സഹിക്കാനാവാത്ത ആപത്തുകളും മനസ്സിൻ്റെ അശാന്തിയും ഒക്കെ കൂടി നമ്മളെ ഇങ്ങനെ ഞെരുക്കും. അപ്പോഴൊക്കെ നമ്മൾ പരാതി പറയില്ലേ ഭഗവാനോട്, എന്തിനെന്നെ എങ്ങനെ വിഷമിപ്പിക്കണത് എന്ന് ചോദിക്കില്ലേ? അതേപോലെ തന്നെയാണ് ഭട്ടതിരിപ്പാടും ഇവിടെ പറയുന്നത്. ശരീരത്തിൻ്റെ വേദനയാണ് കാര്യമെന്ന് മാത്രം. പക്ഷേ ഈ അധ്യായം, ഈ ദശകം അവസാനിക്കാറാകുമ്പോഴേക്കും മനസ്സ് ശക്തമാക്കുന്നുണ്ട്. എന്നിട്ട് പറയണ, എനിക്ക് ശക്തി കിട്ടും, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് തന്നെ അങ്ങയെ ഭജിക്കും എന്ന് പറയുന്നുണ്ട്. ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേഭി അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. ഗതം കൊണ്ട്, രോഗം കൊണ്ട് വളരെയധികം ക്ലിഷ്ടമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ മനസ്സിനെ തവ ചരണസേവാരസത്തിൽ, ആ ഭഗവാന്റെ കാലിനെ ആരാധിക്കാനുള്ള ആ സന്തോഷം പോലും അനാസക്തം, അതിൽ പോലും എൻ്റെ മനസ്സ് നിൽക്കുന്നില്ല. ബദ വിഷ്ണു, കഷ്ടല്ലേ ഇത് വിഷ്ണു, എന്നോട് കുരുദയ, ദയ കാട്ടണേ. ഞാനിനി എവിടേക്കെങ്കിലും പോവാണ് എന്നാണ് പിന്നെ പറയുന്നത്. ഭവത്പാദാംബോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം കുഹചന. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വിവത്സ്യാമി, ഞാൻ അവിടെ വസിക്കും. വിജനെ, ആരുമില്ലാത്ത സ്ഥലത്ത്. എന്നിട്ടും എന്താ ചെയ്യുക? ഭഗവാന്റെ പാദാംബോജത്തെ സ്മരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ഇവിടെ നമുക്ക് കാണാം, രോഗം കൊണ്ടുള്ള വേദന, പീഡ, അതിനൊക്കെ ഉണ്ടെങ്കിലും ഭക്തി തന്നെ ജയിച്ച് മുന്നിൽ വരുന്നതായിട്ട്. ഇനി നമുക്കിവിടെ നിർത്താം. മൂന്നാമത്തെ ശ്ലോകം നാളെ പറയാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.